നമസ്കാരം. സൗദി അറേബ്യ നയിക്കുന്ന എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കും സഖ്യകക്ഷികളും ക്രൂഡ് ഓയിലിന്റെ ഉൽപാദനം വീണ്ടും വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആവശ്യമായതിന്റെ 85% ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ പോലെയുള്ള ഇറക്കുമതി രാജ്യങ്ങളെ സംബന്ധിച്ച് ഈ തീരുമാനം വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. റഷ്യ ഉൾപ്പെടെയുള്ള ഒപെക് ഗ്രൂപ്പിൽ ജൂൺ അവസാനം വരെ സ്വമേധയാ ക്രൂഡ് വിതരണം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. സൗദി അറേബ്യ തങ്ങളുടെ സ്വമേധയാ ക്രൂഡ് ഉൽപാദനം പ്രതിദിനം 1 ദശലക്ഷം ബാരലായി വെട്ടിക്കുറയ്ക്കുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഊർജ്ജ മന്ത്രാലയ സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് സർക്കാർ ഉടമസ്ഥതയിലുള്ള സൗദി പ്രസ് ഏജൻസി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ജൂൺ അവസാനത്തോടെ രാജ്യത്തിന്റെ ക്രൂഡ് ഉൽപാദനം ശരാശരി 9 ദശലക്ഷം ബാരലായി നിലനിർത്താനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇറാഖ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്, കസാഖിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ രാജ്യങ്ങളും വിതരണത്തിൽ കുറവ് വരുത്തുമെന്ന് തന്നെയാണ് ഈ ഒപെക് സെക്രട്ടേറിയറ്റ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെ എങ്ങനെ മറികടക്കും എന്നുള്ള വലിയ ചോദ്യം ഇന്ത്യയുടെ മുന്നിലുണ്ട്. പ്രത്യേകിച്ചും ഈ ക്രൂഡ് ഓയിലിന്റെ ഉൽപാദനം വെട്ടിക്കുറച്ചത് കൊണ്ട് തന്നെ വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു വില വർധനവിലേക്ക് കേന്ദ്ര സർക്കാർ പോവുകയാണെങ്കിൽ അത് അവർക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി സമ്മാനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് പുതിയ ഒരു തന്ത്രം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മോദിയുടെ ഭരണകൂടം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സൗദിയും റഷ്യയും ഒക്കെ അടങ്ങുന്ന ഒപെക് രാജ്യങ്ങൾ മനസ്സിൽ കണ്ടപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാനത്ത് കണ്ടു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒപെക് പ്ലസിൽ ഉൾപ്പെടാത്ത ഗയാന, സുരിനാം, നമീബിയ എന്നീ രാജ്യങ്ങളുമായി ചർച്ച തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. ഇവിടങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. $600 മില്യൺ ലാഭവിഹിതത്തിന് പകരമായി വെനസ്വേലയിൽ നിന്നും ഇന്ത്യ എണ്ണ ശേഖരിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രിയായ ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 2022 മുതലാണ് ഈ ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഉൽപാദനം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചത്. അന്താരാഷ്ട്ര വിപണിയിൽ വിതരണം കുറച്ചുകൊണ്ട് വില സ്ഥിരത കൈവരിക്കുക എന്നതാണ് ഈ രാജ്യങ്ങൾ ലക്ഷ്യമാക്കുന്നത്. എന്നാൽ ഇന്ത്യ പോലെയുള്ള ഇറക്കുമതി രാജ്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇത് വലിയ തിരിച്ചടിയാവാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പഴയ പങ്കാളികളെയൊക്കെ വിട്ടുകൊണ്ട് പുതിയ പങ്കാളികളെ തെരഞ്ഞെടുക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുന്നത് ഈ 3 രാജ്യങ്ങളാണ്. ഗയാന, സുരിനാം, നമീബിയ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. ഇവിടെ നിന്നൊക്കെ ഇനി എണ്ണ വാങ്ങുക എന്നത് മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ള വഴി. കാരണം അങ്ങനെ മാത്രമേ ഈ ഒപെക് മുന്നോട്ട് വെക്കുന്ന ഒരു വില പ്രതിസന്ധി അല്ലെങ്കിൽ വില ചാഞ്ചാട്ടത്തെ നമുക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു വലിയ നീക്കം തന്നെയാണ്. ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ മറ്റ് പുതിയ പങ്കാളികളെ കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.